നമസ്കാരം. ഈ മണിക്കൂറുകളിൽ കേട്ട ഏറ്റവും വലിയ ഒരു തമാശയുടെ കഥയാണ്. പ്രിയങ്ക് ഖാർഗെ എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കർണാടകത്തിലെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ്, യുവ നേതാവാണ്, കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവാണെന്ന് സ്വയം പറയുന്നു. അതുപോലെ തന്നെ വിവിധയിടങ്ങളിൽ കർണാടകത്തിലെ വിവിധയിടങ്ങളിലൊക്കെ ഭയങ്കര സ്വാധീനമാണ്, AICCയിലൊക്കെ ഭയങ്കര സ്വാധീനമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ പിതാവാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെയുടെ മകനാണ് പ്രിയങ്ക് ഖാർഗെ. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്നും ദത്താത്രേയ ഹൊസബളയെ ഇവിടുന്ന് ഓടിക്കുമെന്നുമൊക്കെ പിതാവായ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതിന് പിന്നാലെയാണ് മകന്റെ പുതിയ പ്രസ്താവന. പ്രസ്താവന ഇതാണ്: കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ RSSനെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിക്കും. കാരണം ഭരണഘടനയ്ക്ക് എതിരാണ്, ഇവിടുത്തെ ജനവികാരങ്ങൾക്ക് RSS എതിരാണ്, ഭാരതീയ സംസ്കാരത്തിന് എതിരാണ്, കുറെ കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അപ്പം മല്ലികാർജുൻ ഖാർഗെയുടെ മകനെ പേടിച്ച് RSS ചിലപ്പോൾ സ്വയം അങ്ങ് നിരോധിക്കും. അയ്യോ, മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ വരുന്നേ എന്ന് പറഞ്ഞ് നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് നിന്ന് സർസംഘചാലക് അടക്കമുള്ളവർ ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ഒളിച്ചോടും, അല്ലെങ്കിൽ RSS വിടും, അല്ലെങ്കിൽ RSSനെ അങ്ങ് പിരിച്ചുവിടും. കാരണം ഇദ്ദേഹത്തെ ഭയന്നിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു. എന്ന് കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്നാണ് പ്രിയപ്പെട്ട പ്രിയങ്ക് ഖാർഗെ, മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മോഹിക്കുന്നത്? എന്ത് മോഹമാണ് അത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഭരണം നഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി. പിന്നൊരു കാര്യം, RSSനെ നിരോധിക്കാനുള്ള അവകാശമുണ്ട്. അത് കർണാടകയിലാണ്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കർണാടകയിലെ RSSന്റെ പ്രവർത്തനങ്ങളും RSSന്റെ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് നിർത്തി കാണിക്കാം. ഏതായാലും പ്രിയപ്പെട്ട പ്രിയങ്ക് ഖാർഗെ കർണാടകയിലെ ഒരു മന്ത്രിയാണല്ലോ, റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ്, അത്യാവശ്യം പവറൊക്കെ ഉള്ളയാളാണ്. മാത്രമല്ല കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ മകനുമാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങേക്ക് അതിന് കഴിയും. കർണാടകത്തിൽ RSSനെയും RSSന്റെ പ്രവർത്തനങ്ങളെയും RSSന്റെ വിവിധ വിഭാഗങ്ങളെയും ശാഖകളും പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് നിരോധിച്ച് കാണിക്കും. അതിനുള്ള തന്റെ ഇടമുണ്ടോ? അത് ചെയ്തിട്ട് നിങ്ങൾ പറ. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയായാലും, നിങ്ങൾ കൂട്ടുകക്ഷി ഭരണം നടത്തുന്നിടത്തായാലും എവിടെയായാലും ഒന്ന് നിരോധിച്ച് കാണിച്ചാട്ടെ. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ ഉചിതം എന്ന് സ്വാഭാവികമായി പ്രിയങ്ക് ഖാർഗെയോട് ചോദിച്ചു പോവുകയാണ്. പ്രിയങ്ക് ഖാർഗെയെ മലയാളികൾക്ക് വലിയ പരിചയമില്ലായിരിക്കാം. അതാണ് ഞാൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ എന്നുള്ള ലേബലിൽ ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. RSS എന്താണ്? RSSന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? RSS എന്ത് ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഒന്ന് പഠിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുക. മാത്രമല്ല RSSന്റെ 100 വർഷത്തെ ചരിത്രം, 100 വർഷത്തെ പഠിച്ചില്ലെങ്കിലും ഈ 100 വർഷം കൊണ്ട് RSS ഇവിടെ എന്തു ചെയ്തു, ഭാരതത്തിൽ എന്തു ചെയ്തു, എന്തായിരുന്നു RSSന്റെ രീതി, പ്രവർത്തന രീതി, RSSന്റെ ഭാവിയിലേക്കുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെ ഒന്ന് ബേസിക് ആയിട്ട്, യുവാവായ നേതാവല്ലേ പ്രിയങ്ക് ഖാർഗെ, അങ്ങൊന്ന് പഠിച്ചു വെക്കണം. ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ട് സാധിച്ചില്ല. ഇന്ദിരാഗാന്ധി കുറെ നോക്കി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ അവർ ഒരു സോഫ്റ്റായ നിലപാട് സ്വീകരിച്ചു. കാരണം ഇത് നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഇതിനു മുമ്പ് നിരോധിച്ചിട്ടുണ്ട്. അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുമുണ്ട്. പല രീതിയിൽ ഭാരതത്തിന്റെ പല മേഖലകളിൽ അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന, ലോകത്ത് 60-ലധികം രാജ്യങ്ങളിൽ ശാഖകൾ പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നട്ടല്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ശക്തമായ ഒരു ഓർഗനൈസേഷൻ, സംഘടന. ഈ സംഘടനാ സംവിധാനത്തെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് സ്വയംസേവകരെ ഒക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിരോധിക്കും എന്ന് അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു ചിരി വരുന്ന കാര്യമായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ് ഏറ്റവും രസകരമായ കാര്യം. കോൺഗ്രസ് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഭാവിയിൽ അധികാരത്തിൽ വന്ന് BJP അധികാരത്തിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനം മറിച്ചിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്ന് പ്രിയങ്ക് ഖാർഗെ എന്തെങ്കിലും കേന്ദ്രമന്ത്രിയോ ഒക്കെ ആയി RSSനെ നിരോധിക്കാനുള്ള പ്രത്യേകമായ ബില്ലുമൊക്കെ കൊണ്ടുവന്ന് അത് രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ച് RSSനെ നിരോധിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോഴേ പ്രിയങ്ക് ഖാർഗെ. എന്തായാലും വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നിലപാടാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. RSSനെ കർണാടകയിലെങ്കിലും ഒന്ന് നിരോധിച്ച് കാണിക്കൂ പ്രിയപ്പെട്ട പ്രിയങ്ക് ഖാർഗെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താങ്കളുടെ പിതാവായ ശ്രീ മല്ലികാർജുൻ ഖാർഗെയോട് ചോദിച്ചാൽ മതി. ഇത്രയും പ്രായമുള്ള വ്യക്തിയല്ലേ, RSSന്റെ ചരിത്രമൊക്കെ ഖാർഗെജിക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ഖാർഗെജിയോട് ചോദിച്ച കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച ശേഷം RSSനെ നിരോധിക്കുന്ന കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം പ്രിയപ്പെട്ട പ്രിയങ്ക് ഖാർഗെ. പല്ലും നഖവും ഉപയോഗിച്ച് അച്ഛൻ വരുമ്പോൾ
പിന്നിൽ മകരമുണ്ടാകണം. RSSനെ അപ്പാടെ അങ്ങ് നിരോധിച്ച് അങ്ങ് ഇല്ലാതാക്കി ഇന്ത്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പ്രിയങ്ക ഖാർഗെജി ഇപ്പോഴേ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.